വീട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിറങ്ങിയ സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കഴിക്കാനായിട്ട് ഉദ്ദേശിച്ച സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതായിരുന്നു. കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള പ്ലാനിൽ ഇറങ്ങിയൊന്നും അല്ല, കാരണം ഉച്ചയ്ക്ക് കുറേ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചില്ലെങ്കിൽ ഇനി കുത്തിന് പിടിച്ച് മുന്നേ കൂടെ പുറത്താക്കും. പക്ഷേ ഇവിടുത്തെ ചിക്കൻ സാൻഡ്വിച്ച് എനിക്കും അക്കയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അബി വാങ്ങിച്ച് കഴിച്ചപ്പോൾ അബിക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ലൈറ്റ് ആയിട്ട് ഇച്ചിരി കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വീട് വരെ എത്തണമല്ലോ, കുറച്ചുകൂടെ ഷോപ്പിംഗ് ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വർക്ക് ഹോളിക്കായിട്ടൊരു കുട്ടിയെ കണ്ടില്ലേ ഫോൺ ചെയ്തുള്ള ഇരിപ്പ്. ലീവ് എടുത്ത് വീട്ടിൽ വന്നാലും ഇത് തന്നെ ജോലി ഇങ്ങനെ പ്രാന്തുള്ള മനുഷ്യരുണ്ടോ? അതിനുശേഷമുള്ള യാത്ര ചെന്ന് അവസാനിച്ചത് തൊട്ടടുത്തുള്ള മാക്സിലേക്കായിരുന്നു. അച്ഛന് പുതുതായി 2 പാദരക്ഷകൾ വാങ്ങണമെന്ന അബിയുടെ അതിയായ ആഗ്രഹം മാക്സിലേക്ക് ഇവർ രണ്ടുപേരെയും ആകർഷിച്ചു. എന്നാൽ എന്റെ കണ്ണു മുഴുവൻ തൊട്ടടുത്തുള്ളത് ഈ കാണുന്ന മിസ്റ്റർ DIYയിലേക്കായിരുന്നു. വളരെ കൗതുകം നിറച്ചൊരു പച്ച പരിഷ്കാര സ്ഥാപനം. കാഴ്ചകൾ കണ്ട് നടക്കവേ അതാ അവിടെ ഒരു മെഴുകു പ്രതിമ. പിന്നീടാണ് അതിന്റെ ചലനം കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ സഹോദരിയാണെന്ന്. ഷോപ്പിംഗ് കഴിഞ്ഞ വീട്ടിൽ പോവുക. അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കൽ അത്രയൊക്കെ തന്നെ. പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അച്ഛന്. അപ്പം എൻ്റെ ഗിഫ്റ്റ് വാങ്ങി, എൻ്റെ ഗിഫ്റ്റ് അയ്യോ വന്നില്ല ഇതുവരെ, അത് കഴിഞ്ഞ് കേക്ക് കിട്ടിയ. അക്ക ഗിഫ്റ്റ് വാങ്ങി, അബി ഗിഫ്റ്റ് വാങ്ങി. പിന്നെ ഇനിയിപ്പം അത്രയൊക്കെ തന്നെ. ഇനിയിപ്പം ചെല്ലുക, ഫുഡ് കഴിക്കുക, ഫോട്ടോഷൂട്ട്, കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ നിന്ന് എന്തോ ഒച്ച കേൾക്കുന്നു. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. പക്ഷെ സ്റ്റുഡിയോ മാക്സ് ട്രെൻഡ്സ് ഓണ്ട്. പിന്നെ എവിടെയാ എല്ലായിടവും പോയി. ഇനി പോവാൻ ആലപ്പുഴ കടയില്ല. അപ്പൊ പിന്നെ ഒന്നും കിട്ടിയില്ല. എല്ലായിടവും പോയി. സ്റ്റൈൽ യൂണി അത് പോട്ടെ, റൈറ്റ് ഒന്നും കിട്ടിയില്ല. ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയില്ല. വേണ്ടാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കേക്ക് എടുക്കാനായിട്ട് അങ്ങ് പോയി. അച്ഛനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അക്ക വന്നു, അതുകൊണ്ട് അച്ഛൻ ഒരു ദിവസം ഇന്ന് പോയില്ല, ലീവ് എടുത്ത് ഇന്ന് വീട്ടിൽ നിന്നു എന്നല്ലാണ്ട് ബർത്ത്ഡേ ആഘോഷത്തിനെ പറ്റി ഒരു അക്ഷരം ഞങ്ങൾ ആരും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാവം കഴിച്ചിട്ട് കിടക്കുന്ന ഉറങ്ങി നേരത്താണ് ഞാൻ ഇറങ്ങിയത്. വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ റെഡിയാവാന്നും പറഞ്ഞ് അച്ഛനെ പിടിച്ച് റെഡിയാക്കി. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം കേക്ക് കട്ട് ചെയ്യാം. അതെന്തായിരുന്നു